السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന്റെ സന്ദേശങ്ങൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. സർവശക്തനായ അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് ഒരു ഹൈറായ വഴി എളുപ്പമാക്കി മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഞാൻ ആമുഖം വിശദീകരിക്കാതെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെങ്കിലും ഒരു മുറിവ് വന്നാൽ ഇന്ന് പല ട്രീറ്റ്മെന്റുകളിലൂടെ ആ മുറിവ് നമുക്ക് മാറ്റാൻ കഴിയും. അത് തുന്നിക്കൂട്ടി അല്ലെങ്കിൽ ആ മുറിവിനെ മരുന്ന് തേച്ച് ആ മുറിവിനെ നമുക്ക് ഉണക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ ഖൽബിലുള്ള മുറിവുകൾ, ആ ഖൽബിലുള്ള മുറിവുകളെ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ആരംഭപ്പൂവായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാളിൽ അവന്റെ ഖൽബിയായ രോഗങ്ങൾ കടന്നുകൂടിയാൽ, പല രോഗങ്ങളുമുണ്ട്, ആ രോഗങ്ങൾ കടന്നുകൂടിയാൽ അത് മാറ്റാനുള്ള മരുന്നും ആരംഭപ്പൂവായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ആ രോഗം മാറ്റാതെ ഇബാദത്ത് ചെയ്താൽ പരിപൂർണമാകുകയില്ല. ആ രോഗം പരിപൂർണമായി മാറ്റി അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ അതിന് വലിയൊരു സന്തോഷം വരും, അതിന് വല്ലാത്തൊരു ലദ്ദത്ത് വരും, ഒരു സുഖം വരും. നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ നിസ്കാരങ്ങളിൽ, നമ്മുടെ ദിക്റുകളിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മളുടെ സ്വതഖയിൽ, നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ മുഴുവനും ഒരു കാവൽ, പടച്ച റബ്ബിന്റെ കാവലുണ്ടാകും. അതിനെന്ത് വേണം? നമ്മുടെ ഖൽബ് നന്നാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരംഭപ്പൂവായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ദവാഉൽ ഖൽബി ഖംസത്തുൻ, ഹൃദയങ്ങളിൽ വരുന്ന രോഗങ്ങൾക്കുള്ള പരിഹാരങ്ങൾ 5 എണ്ണമാണ്. ഹൃദയത്തിൽ രോഗങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന്റെ പുറം ഭാഗത്തുള്ള രോഗങ്ങൾ മാറ്റാൻ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിലുള്ള രോഗങ്ങൾ മാറ്റാനുള്ള മരുന്ന്, അതിനുള്ള പരിഹാരം 5 എണ്ണമാണ്. ഒന്നാമത്തേത് ഏതാണെന്നറിയുമോ? ഒന്നാമത്തെ മരുന്ന് ഖിറാഅത്തുൽ ഖുർആൻ ബിതദബ്ബുരി, നല്ല ബോധത്തോടുകൂടെ ആശയങ്ങൾ മനസ്സിലാക്കി, അർത്ഥങ്ങൾ മനസ്സിലാക്കി, നല്ല ഹുർമത്തോടുകൂടെ ബഹുമാനിച്ചോതുന്ന വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഓതിയാൽ നമ്മുടെ ഖൽബ് നന്നാകും, നമ്മുടെ ഖൽബ് നന്നാകും. ആരംഭപ്പൂവായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നിങ്ങളെ ഖൽബ് തുരുമ്പ് പിടിച്ചു പോകുമെന്ന്. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇരുമ്പ് തുരുമ്പ് പിടിച്ചാൽ മാറ്റാനുള്ള മരുന്നുണ്ട്, ഖൽബ് തുരുമ്പ് പിടിച്ചാൽ മാറ്റാനുള്ള മരുന്നുണ്ടോ യാ റസൂലല്ലാഹ്? ആരംഭപ്പൂവായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത് വിശുദ്ധമായ ഖുർആൻ ഓതലാണ്. ഖൽബ് നന്നാവാനുള്ള മരുന്ന് ഖുർആനാണ്. ഖുർആൻ എങ്ങനെ പതിവാക്കിയാൽ, എൻ്റെ ഉമ്മമാരെ, വിശുദ്ധമായ ഖുർആൻ എങ്ങനെ പതിവാക്കിയാൽ അല്ലാഹുവിന്റെ തിരുനോട്ടമുണ്ടാകും. അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു തീർക്കും.
അവന്റെ ഖൽബിൽ ഈമാൻ ഉണ്ടാകും. അവൻ ഏത് കാര്യത്തിന് മുന്നോട്ട് പോയാൽ ആ കാര്യങ്ങൾക്ക് അവനക്ക് സന്തോഷം വരും. ഇതൊക്കെ വിശുദ്ധമായ ഖുർആൻ ഓതിയാലുള്ള ഒരുപാട് നന്മകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ അർത്ഥമറിഞ്ഞ് അത് ബഹുമാനിക്കുന്ന രൂപത്തിൽ ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ ഇങ്ങനെ പതിവാക്കുക. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഈ ശബ്ദം ശ്രവിക്കുന്നവർ, വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഖുർആൻ ഒളൂഹോടുകൂടെ ആ ഖുർആൻ എടുത്തിട്ടൊന്നിങ്ങനെ നോക്കിയാൽ തന്നെ ഇബാദത്താണ്, കൂലിയാണ്. ചില ആളുകൾ പറയും, ഉസ്താദേ ഖുർആൻ ഓതാൻ നല്ല താല്പര്യമുണ്ട്, ഓതാനും കിട്ടി ഇരുന്നാ കാണാ കണ്ണിങ്ങനെ മാളിപ്പോവാ, ഓതാൻ ഇരുന്നാൽ കാണാ ഒരു കോട്ടുവായ എങ്ങനെ വരിക. അവർക്കുള്ള മരുന്നും വിശുദ്ധമായ ഖുർആനാണ്. ഒരാളും ചടച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ പാടില്ല, പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ ഓതാൻ പാടില്ല. നല്ല മനസ്സാന്നിധ്യത്തോടുകൂടെയാണ് വിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത്. അങ്ങനെ ഒരു വിഷമം നമുക്കുണ്ടോ? എന്നാൽ നമുക്കുള്ള മരുന്ന് ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നല്ലതിനോട് താല്പര്യമില്ലേ? ഖുർആൻ ഇങ്ങനെ ഓതാനിരിക്കുമ്പോ കോട്ടുവായ വരുന്നു, ഖുർആൻ ഇങ്ങനെ ഓതാനിരിക്കുമ്പോൾ കണ്ണിന് ഇങ്ങനെ മാളിച്ച വരുന്നു, കണ്ണങ്ങ് ചിമ്പിപ്പോകുന്നു. നിങ്ങൾ ആയത്തുൽ ഖുർസി ഓതിയിട്ട് കയ്യിൽ മന്ത്രിച്ചിട്ട് ശരീരം തടവണം, എന്നാൽ നിങ്ങൾക്കൊരു ഉന്മേഷം വരും. ഞാനത് വിശദീകരിക്കുന്നില്ല. ഖുർആൻ ഓതി നമ്മുടെ ഖൽബ് നന്നാക്കണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തത് ഖലാഉൽ ബത്നി, വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാതിരിക്കുക. വയറിങ്ങനെ ഒരല്പം കാലിയാക്കുക, എന്നാൽ ഇബാദത്തിന് സന്തോഷം വരും. വയറ് നിറച്ചൊരാള് ഭക്ഷണം കഴിച്ചാൽ മടി വരും, ഇബാദത്തിനോട് താല്പര്യം ഉണ്ടാകില്ല, എപ്പോഴും ഉറക്ക് വരും. മൂന്നാമത്തത് ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കാരം. ഉമ്മമാരെ, തഹജ്ജുദ് നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു തരുന്നു, അവന്റെ ഖൽബിൽ ഈമാൻ അല്ലാഹു തരുന്നു. ആ തഹജ്ജുദ് നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അവനക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്ന് മഹത്തുക്കളായ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. അവന്റെ ആയുസ് വർദ്ധിക്കാൻ അതൊരു കാരണമാണ്, അവന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ അതൊരു കാരണമാണ്, അവന്റെ സന്താനങ്ങൾ സ്വാലിഹീങ്ങളാകാൻ ഒരു കാരണമാണ്, അവന്റെ ജീവിതത്തിന്റെ അവസാനം ആഖിബത്ത് നന്നാവാൻ അതൊരു കാരണമാണ്. ആഖിറത്തിൽ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. നാലാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, ഖൽബ് നന്നാവാനുള്ള പരിഹാരമാണ്, രോഗങ്ങൾ മാറാനുള്ള പരിഹാരം അത്തളറു ഇൻദ സഹരി, അത്തായ സമയത്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ. ഉമ്മമാരെ, രക്ഷിതാക്കളെ, ആരും കേൾക്കാത്ത സമയമാണ്, ആരും അറിയാത്ത സമയമാണ്. അവൻ അംഗശുദ്ധി വരുത്തിയിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് അവനങ്ങ് ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ശാന്തമാണ്, ഒരാളുടെയും ശബ്ദം കേൾക്കാനില്ല. മക്കളും പേരമക്കളെല്ലാം ഉറങ്ങുകയാണ്. ആ സമയത്തതാ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ്
ഞാൻ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാ, എൻ്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, കുടുംബത്തിൽ ഈ ബർക്കത്ത് നൽകണം അല്ലാ. ഉമ്മമാരെ, രക്ഷിതാക്കളെ, തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കണം. ആ സമയത്ത് നമ്മളെ കുടുംബത്തെ വിളിച്ചുണർത്തിയിട്ട് ആ സമയത്ത് അല്ലാഹുവിനോട് തേടാനുള്ളൊരു പ്രോത്സാഹനം നമ്മൾ നടത്തണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അഞ്ചാമത്തെ പരിഹാരം ഏതാണെന്നറിയുമോ? മുജാലസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായിട്ടുള്ള ഇടപഴക്കം. നല്ലവരുമായിട്ടുള്ള ഇടപഴക്കമുണ്ടല്ലോ, ആലിമീങ്ങളുമായിട്ടുള്ള സുഹബത്ത്, അത് മതി ഇരുലോകത്തും രക്ഷപ്പെടാൻ. അല്ലാഹുവേ, നല്ലവരുമായുള്ള ബന്ധം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. നല്ല സയ്യിദന്മാരെ കാണുമ്പോ, ആലിമീങ്ങളെ കാണുമ്പോ, നല്ല മനുഷ്യന്മാരെ കാണുമ്പോ ഒന്ന് ദുആരക്കാൻ പറയാ. അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അവരുമായിട്ട് എങ്ങനെയാണോ ഖിദ്മത്ത് ചെയ്യുന്നത്, ആ രൂപത്തിലാകും നമ്മുടെ സ്വഭാവ വ്യത്യാസങ്ങൾ. മഹാന്മാരായ ആലിമീങ്ങൾ, ഉലമാക്കൾ, സാദാത്തുക്കൾ അവരുടെ ഖാദിമീങ്ങളായി മാറിയാൽ, അവരിങ്ങനെ പറയുന്നത് കേട്ടാൽ, പഴയ കാലങ്ങളിൽ നട്ടപ്പാതിരാ സമയത്തുങ്ങനെ വഅള് പറയും. അവസാനം ദുആ സമ്മേളനത്തിന് ഒരു ഉസ്താദ് വരാനുണ്ടെന്ന് പറയുമ്പോൾ അത് 12 മണിയാണെങ്കിലും 1 മണിയാണെങ്കിലും 2 മണിയാണെങ്കിലും ആളുകൾക്ക് പ്രയാസമില്ല. ആ സമയത്ത് പോലും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് പൊട്ടി 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 കരഞ്ഞു ദുആ ചെയ്യുന്ന എത്ര പേര് കടന്നുപോയി. അവരെല്ലാം പള്ളിപ്പറമ്പിലാ. ഉമ്മമാരെ, രക്ഷിതാക്കളെ, അവരങ്ങ് സംഭാവന ചെയ്തപ്പോഴാ നമ്മുടെ നാട്ടും പുറത്ത് പള്ളികളുണ്ടായത്, നമ്മുടെ ടൗൺ ഏരിയകളിൽ പള്ളികളുണ്ടായത്, മദ്രസകളുണ്ടായത്, ദീനീ സ്ഥാപനങ്ങൾ വളർന്നത്, മുതഅല്ലിമുകൾ ആലിമീങ്ങളായി മാറിയത്. അവരെ പോലെ നിഷ്കളങ്കരായ ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചപ്പോ ഒരുപാട് ഉപകാരങ്ങൾ നാട്ടിലുണ്ടായി. ഒരുപാട് ആലിമീങ്ങൾ വളർന്നുപോയി. അവരൊക്കെ അങ്ങ് സ്നേഹിച്ചു പോയി. മുതഅല്ലിമുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഓരോരോ കുടുംബം തയ്യാറായി. സ്വന്തം മക്കളെ പോലെ നോക്കാൻ തയ്യാറായി. ഒരു സയ്യിദിനെ എങ്ങനെ ബഹുമാനിക്കണം, ആ രൂപത്തിൽ ബഹുമാനിച്ചു. പഴയ കാലത്തൊക്കെ ആലിമീങ്ങളെ മഞ്ചലയിൽ ചുമന്നിട്ടായിരുന്നു ആളുകൾ കൊണ്ടുവന്നിരുന്നത്. അത്രയും ബഹുമാനമായിരുന്നു ആലിമീങ്ങൾക്ക്. ആ ആലിമീങ്ങളോട് സ്നേഹമായിരുന്നു. അവരുടെ ഖാദിമീങ്ങളായി മാറിപ്പോയി. അതുകൊണ്ട് നമ്മുടെ കൽബിന്റെ രോഗങ്ങള്, കൽബിന്റെ പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ ശരീരത്തിലേറ്റ രോഗങ്ങൾ മരുന്ന് കുടിച്ചാൽ മാറുമെങ്കിൽ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട്, അതുപോലെ വയറിനെ കാലിയാക്കിയിട്ട്, രാത്രി നിസ്കാരം നിർവഹിച്ചിട്ട്, അതുപോലെ അത്തായ സമയത്ത് പടച്ച റബ്ബിനോടൊന്ന് പൊറുക്കലിനെ തേടിയിട്ട്, സ്വാലിഹീങ്ങളുമായി ഒരു സുഹബത്തിലായിട്ട് നമ്മുടെ രോഗങ്ങൾ മാറ്റണേ, നമ്മുടെ ഖൽബ് നന്നാക്കണേ. ഉമ്മാ പെങ്ങളെ, ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞു പോകും. അല്ലാഹുവിന്റെ സാബിഖായ ഖളാ വന്നാൽ പോവേണ്ടവരാണ്. പോകുന്നതിന്റെ മുമ്പ് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്, ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ഖൽബൊന്ന് നന്നാക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. റഹ്മാനുർ റഹീമായ തമ്പുരാൻ ഈ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിലുണ്ട്. അവരുടെ സകലമാന മുറാദും ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ സങ്കടങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കട്ടെ. ഇരു ലോകത്തും രക്ഷപ്പെടുത്തുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം മരിക്കുമ്പോൾ സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ആഖിറ ലോകത്ത് ആരംഭ പൂവായ മുത്തുളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കുന്ന സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.